അല്ല ഒരു മിനിറ്റ് ഇടെ ഓണത്തലൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞല്ലേ, പിന്നെ എന്തിനാ ഈ യുദ്ധം? ഇത് ഈ പരിപാടി ടെലികാസ്റ്റ് കണ്ടോ നിങ്ങള്? നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ പ്രോഗ്രാം മൊത്തത്തിൽ ഭയങ്കര ഓളം ഉണ്ടെന്നും സെറ്റൊക്കെ അടിപൊളിയാണെന്നും ഒക്കെ പറഞ്ഞു. ഏത് സൈഡായിരുന്നു നല്ല രസം? എനിക്കും പിന്നെ എല്ലാം നല്ലപോലെ എല്ലാം അങ്ങനെയൊക്കെ. നിങ്ങൾ ഒഫീഷ്യലി തെക്കേക്കരയും വടക്കേക്കരയും എന്ന് പറഞ്ഞ് ഞങ്ങളെ 2 സോഫയിൽ കൊണ്ടിരുത്തിയായിരുന്നു. എന്നിട്ട് ഇത് ടിവിയിൽ കാണുമ്പോ ഈ വടക്കേക്കരയുടെ സൈഡിൽ നല്ല ലൈറ്റ്, വടക്കേക്കരയുടെ സൈഡിൽ ഇരിക്കുന്നത് ചിരിക്കുന്നത് എപ്പോഴും ക്ലോസ്. ഞങ്ങൾക്ക് ലൈറ്റ് ഇല്ല, ഫോക്കസ് ഇല്ല, ക്ലോസ് ഇല്ല, ചാനലിൽ തന്നെ ഞങ്ങളില്ല. അത് മെയിൻ ആൾക്കാരെ മാത്രം പിടിക്കും. അല്ല അതും പോട്ട് ഞങ്ങൾ ഇരുന്ന സൈഡിലോട്ട് എവക്ക് കിട്ടിയ നിനക്ക് എന്തൊക്കെയാണ് പുഴുങ്ങല്? അതല്ല അതാ ഒരു നല്ല അവാർഡ് പ്രശ്നമല്ല, ആൾക്കാരുടെ പ്രശ്നമാണ്. ബാക്കിയെല്ലാം ഞങ്ങൾ ക്ഷമിക്കും. എന്റെ ഭംഗി പോലും അതിൽ വരുന്നില്ല. നിനക്കുള്ളതേ വരുള്ളൂ. അതെ, ആ അവാർഡിന്റെ കാര്യമാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഇവൻ ചെറുതാണ്, ഇവൻ അങ്ങനെയൊക്കെ പറയും. ഞാൻ ഒരു കാര്യം പറയട്ടെ, പ്രമാണി വന്നു കഴിഞ്ഞാൽ സീനാണ്. നിങ്ങൾ ഏത് പ്രമാണി വരട്ട് സംസാരിക്കാം. ഏത് പ്രമാണി തീരുമാനം മാറ്റൂല. അണ്ണന്റെ പുറകിൽ കൂടെ ഒളിച്ചു വരാൻ ധൈര്യം ഉണ്ടെങ്കിൽ കാണാമോ ആളുണ്ടോ? അതെന്ത് വെട്ടണ? അല്ല വെട്ടിയിട്ട് സൗണ്ട് ആക്ഷൻ കണ്ടില്ലേ? ഇത് യുദ്ധമാണോ ആണോ? അല്ലല്ല, ഇങ്ങനെ വെട്ടറാണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സൈലൻസ്. ഓക്കെ, നിങ്ങൾ ഈ കിടന്ന് യുദ്ധം വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പ്രമാണി വന്നിട്ട് ബാക്കി കാര്യങ്ങളൊന്നും ഇത് പറഞ്ഞ അവർക്ക് ഇരിക്കാൻ പോലും ഇവിടെ സ്ഥലമില്ല. അതെ, എനിക്ക് ഇരിക്കാൻ സ്ഥലമില്ല, എനിക്ക് ലൈറ്റ് ഇല്ല, ക്യാമറ നിങ്ങൾക്ക് കണ്ടെങ്കിൽ എനിക്ക് ആകെ ഒരു ക്യാമറ മാത്രമേ ഉള്ളൂ, എനിക്ക് ആകെ പ്രേക്ഷകർ മാത്രമേ ഉള്ളൂ. അതേപോലെ വലിയ ആഡംബരം ഒന്നും എനിക്കില്ല. അല്ല, ആരായാലും വന്നിട്ട് ഇതിന് തീരുമാനം ഉണ്ടാക്കി തന്നിട്ട് ഇനി മുന്നോട്ട് പോകും. അഖിലേ, നീ സൂക്ഷിച്ച് സംസാരിക്കണം. നിന്റെ വാക്കുകൾ ശരിയല്ല. ഞാൻ കാര്യം അറിയാണ്ടാണ് കളിക്കുന്നത്. എനിക്ക് ഒരു പ്രശ്നമില്ല, ആര് വന്നാലും എനിക്ക് ഒരു പ്രശ്നമില്ല. ഇത് നമ്മൾ സ്ഥിരം കാണുന്ന പോലത്തെ പ്രമാണിയല്ല, വേറെ ദേശത്ത് നിന്ന് വന്ന് ഇവിടെ കീഴടക്കാൻ വന്ന പ്രമാണിയാണ്. അഖിലേ, നിർത്തിടാ. ഇത്രയും ചെയ്തുകൊണ്ടിരിക്കുന്ന പൊട്ടന എന്താ പകലവിടെ അല്ലേ? ഞാൻ വരുന്ന മുമ്പ് ഇവിടെ കുറെ ബഹളം ഉണ്ടായിരുന്നല്ലോ. ന്യായത്തിന് വേണ്ടിയിട്ടുള്ള സംസാരമായിരുന്നു ചേട്ടാ, ന്യായത്തിന് വേണ്ടിട്ട്. സംഭവം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ 2 കരക്കാരുണ്ട്. ഞങ്ങള് തെക്കേക്കര, അവര് വടക്കേക്കര. ഇവർ പറയുന്നു ഞങ്ങൾക്കാണ് ഗ്ലാമർ കൂടുതൽ, ഞങ്ങളെ ഷോട്ടാണ് ഒരുപാട് കാണിക്കുന്നത്, ഞങ്ങളാണ് കൂടുതൽ കൗണ്ടർ അടിക്കുന്നത്. അത് ഞങ്ങളെ തെറ്റാണ്. ഈ സത്യത്തിലെ പറയാ അവർ ഗ്ലാമറാ. അവർ കണ്ടിട്ട് ഗ്ലാമറിന് ആരെങ്കിലും പറയാം നീ അത്ര വലിയ പൊട്ടനാ? പൊട്ടന ലോക പൊട്ടന അങ്ങനെ പറയില്ല. പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു കൊടുത്തു. ഞാൻ ഇതാണ് ചോദിച്ചത്. അത് പറഞ്ഞേട്ടാ, അത് ഗ്ലാമറാ ചേട്ടാ, അത് ഗ്ലാമർ. ഇനി ഗ്ലാമർ ചേട്ടൻ ന്യായത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളാണല്ലോ. ഒറ്റ കാര്യം പറഞ്ഞ, ഇത് എപ്പിസോഡ് ടെലികാസ്റ്റ് വന്നപ്പോ ചേട്ടാ ഞങ്ങൾക്ക് 2 പേർക്കും ഒരു ഭംഗിയില്ല അവിടെ ഇരുന്നിട്ട് കാണുമ്പോ. ഞാൻ തീരുമാനിക്കാം ആര് എവിടെ ഇരിക്കുന്നു. പ്രമാണിയായിട്ട് ബാലെണ്ണം വന്നു. മറ്റത് ശ്വേത ചേച്ചി കൗണ്ടർ അടിക്കുമ്പോ കെട്ടിപ്പിടിച്ച് 2 കിസ് എയറിലാണെങ്കിൽ തരും. അതെ, ഇത് തോക്കും കൊണ്ടാണ് വന്നത്. 6 ഉണ്ട ഉണ്ടായിരുന്നു. ഇല്ല, അതുകൊണ്ടേ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇതിനകത്ത് 6 ഉണ്ടേ ഉള്ളൂ. നിങ്ങളാണ് എപ്പോഴും മികച്ച കൗണ്ടറിനുള്ള അവാർഡ് മേടിക്കണ. 6 കൗണ്ടറിൽ കൂടുതൽ അടിച്ചാ എന്തെടുത്തിട്ട് വെടി വെക്കും. ഇല്ല, ചീഞ്ഞ കൗണ്ടറിന്റെ മാത്രമേ ഉണ്ട വെളിയിൽ. അതുകൊണ്ട് ശ്രീവിദ്യ ഉണ്ട് എന്റെയാണ്. നിന്റെ കല്യാണം കഴിഞ്ഞില്ലേ? കല്യാണം കഴിഞ്ഞു. എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഓണോ എന്തെങ്കിലും ഉണ്ടാക്കിയോ? അച്ചാറ്, ഓംലെറ്റ്. ഓണമല്ലേ ഇതെല്ലാം, ഇത് വേണം അവൻ ടച്ചിങ്സിന് വേണ്ടി. അച്ചാറ് വേണം. രാഹുൽ ഭയങ്കര സന്തോഷമാണെന്ന് തോന്നട്ടെ കല്യാണം കഴിഞ്ഞിട്ട്. ഞാൻ 1 മണിക്ക് 1:30 ഇഷ്ടോട്ട് കഴിയുമ്പോ ബുഹാരി കിടന്ന് അലയുന്നു. പാവം, രാത്രി പോലും വീട്ടിൽ കയറാൻ സമാധാനം പോയി അവന്റെ.
ബാലചേട്ടൻ എപ്പോഴും പറയൂലേ ബെൽറ്റിന്റെ കാര്യം പറയൂലേ, അതുപോലെ ഇവിടെ അങ്ങനെയാണ് കാര്യം. ഞാനും ശ്രീവദ്യ ഒരു ബെൽറ്റ്, അവിടെ നോബിയണ്ണനും ഡയാലും ഒരു ബെൽറ്റ്, ഇത് ബെൽറ്റിലെ ബക്കിള്. കുഴപ്പമില്ല, ബക്കിളൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ബക്കിളിന് വേണ്ടി തേടി നടക്കും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഓണം സ്പെഷ്യൽ ആണ്. ബാലചേട്ടൻ നമുക്ക് കൊടുക്കണ്ട തെക്കേക്കരുടെ വക എന്തെങ്കിലും കൊടുത്തല്ലേ പറ്റും. കൊടുക്കൊരടി. ഓക്കെ കൈയിരിക്കും. സോറി, ഞാൻ പറഞ്ഞു നമ്മള് പുലിമുരുകൻ ഒരുമിച്ച് ചെയ്ത സമയത്ത് കുറെ നാൾ ലാലേട്ടന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ലാലേട്ടനുള്ളതുകൊണ്ട് ലാലേട്ടന്റെ ഇഷ്ടം കൊണ്ട് ഒരു കുഞ്ഞ് ലാലേട്ടൻ ഞങ്ങൾ തരട്ടെ അങ്ങോട്ട്. ഡെഫിനറ്റ്ലി ഇത് പുലിമുരുകൻ പറഞ്ഞപ്പോ പുലിമുരുകന്റെ ഡേറ്റ്സ് ആദ്യം ഒരു 100 ദിവസമാണ് പ്ലാൻ ചെയ്തത്. ഓക്കെ. പക്ഷെ പടം നോക്കിയപ്പോ 180 190 ദിവസം ഡേറ്റ് വരും. അപ്പൊ ഒരു ക്യാരക്ടറായിട്ട് ഡേറ്റ് കിട്ടുന്നില്ല. ഒരു ദിവസം ഞാൻ വന്ന് നോക്കുമ്പോ നോബി പുറകിൽ നോബി അഭിനയിച്ചോണ്ടിരിക്കുക. നോബി എന്നാ വിളിക്കുന്നോ, ആള് തിരിയുന്നില്ല. എനിക്ക് എന്ത് മര്യാദ ഇത്രയും ശബ്ദത്തിൽ? അത് നോബിക്ക് ഡൂപ്പിട്ടിരിക്കാണ്. നോബിക്ക് ഡേറ്റ് ഉണ്ടായിരുന്നില്ല. അത് നോബിക്ക് എനിക്ക് തോന്നുന്നു നോബി ഡൂപ്പിട്ട് അഭിനയിച്ച ഒരു പടം പുലിമുരുകനായിരിക്കില്ലേ. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, ആകെ 10 സീന്, അതിൽ 5 സീനും ഡ്യൂപ്പാ. അപ്പൊ നിങ്ങൾ എവിടെ അഭിനയിച്ചു? നിനക്ക് 3ാം ക്ലാസ്സിലുള്ളപ്പോഴാണ് ആ പടം റിലീസായത്. ചെറിയ പ്രായത്തിൽ ചെറിയ ഓർമ്മകൾ മാത്രം കാണും. നീ ലാലേട്ടന്റെ കൂടെ ബാലചേട്ടനോട് അഭിനയിച്ചിട്ടുണ്ടാ? ബാലചേട്ടന്റെ കൂടെ അഭിനയിച്ചിട്ടില്ല, ലാലേട്ടന്റെ കൂടെ അഭിനയിച്ചിട്ടില്ല. നമുക്കിപ്പോ അഭിനയിക്കുന്നത് അവളുടെ ഭർത്താവ്. പക്ഷേ ഇവിടെ അഭിനയിക്കുന്നുണ്ടോ? ഇവിടെ ജീവിക്കുന്നു, ജീവിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് വടക്കേക്കല്ല പെർഫോമൻസ് കുഞ്ഞു ലാലേട്ടൻ വരികയാണ്. എന്തിനു ആസ്പദമാക്കിയിട്ട് നരൻ. അത് പ്രമാണി. Why so serious? Comedy Masters Lini, full on fun. മനസ്സിലായോ? അല്ല ഞാൻ നരനില്ല, ഇന്നസെന്റ്. അയ്യോ, ഇപ്പോഴെങ്കിലും പറഞ്ഞേ, ഞാൻ അമരത്തിലെ മുരളിന്ന് വിചാരിച്ചിരിക്കുക. ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മറന്നു. സ്കിറ്റിലേക്ക് വരാം. ഈ ആഴ്ച എന്റെ മോളുടെ കല്യാണത്തിന് സ്ത്രീധനായിട്ട് ഒരു തേക്കും തടി വേണമെന്നാണ് ചെക്കൻ വീട്ടുകാർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒരാഴ്ച മുമ്പ് ആ വേലായുധന്റെ അടുത്ത് ഒരു തേക്കും തടി ഒപ്പിച്ചേരാൻ പറഞ്ഞാണ്. ആ ഓണമായിട്ട് ആ ചെക്കൻ എന്നെ പറ്റിച്ച്. അന്ന് അവന്റെ അടുത്ത് പറഞ്ഞ ആ സമയം ഒരു തേക്കും തൈ വെച്ചിരുന്നെങ്കിൽ ഇന്ന് അതൊരു തേക്ക് മരമായിരുന്നു എന്റെ മോളുടെ കല്യാണം നടന്നെ. വേലായുധം കണ്ട്, പക്ഷെ വരത്തില്ല. ഒരു ഐഡിയ ഉണ്ട്, കുന്നമ്മേൽ ശാന്തയുടെ വോയിസിൽ വിളിച്ചു. വേലായുധേട്ടാ, എന്തൊരു കിളിനാഥല്ലേ കേട്ടിട്ട് എനിക്ക് തന്നെ എന്നോട് പ്രേമം വരുന്നു. വേലായുധേട്ടാ, ഓണമാറ്റി കേളപ്പെട്ടെ ഒച്ചമാറ്റി തേച്ചതാണല്ലേ. ഓണമായിട്ട് തേക്കുന്നടി കൊണ്ടുവരാന്ന് പറഞ്ഞ എന്നെ തേച്ചതാടാ. എവിടാ എന്റെ തേക്കുന്നടി? തേക്കുന്നില്ല. ഇത്ര അടുത്ത് നിനക്ക് കേൾക്കുന്നില്ലടാ? കേക്കുന്നില്ല എന്നല്ല, തേക്കുന്നില്ല. എടാ, അപ്പൊ നീ അവിടെ പിടിച്ചിട്ടേക്കുന്ന തടി ഏതാടാ? അയ്യോ, അത് റബ്ബർ. ഇവിടെ വേലായുധാ, എന്റെ മോളുടെ കല്യാണത്തിന് ഒരു തേക്കുന്നടി പിടിച്ചു തരാൻ പറഞ്ഞപ്പോ നിനക്ക് വയ്യ. വേറെ മോളിലേക്ക് കെട്ടിച്ചേരൂലല്ലോ. അല്ല, തേക്കുന്നടി കിട്ടുമ്പോ കൊണ്ടുവരാം. നീ ഇത് പറയൂടാ വേലായുധാ. എടാ വേലായുധാ, നിനക്കറിയോ, നീ ചെറുപ്പത്തിൽ പനിച്ച് വിറച്ച് കിടന്നപ്പോ നിന്റെ നെറ്റിയിൽ ഒരു നനഞ്ഞ തുണിയിട്ട് തന്നിട്ടുണ്ട്. പിന്നെ നെറ്റിൽ നനഞ്ഞ തുണിയില്ലാതെ പുതപ്പിട്ട് തരാൻ പറ്റും. വേലായുധാ, ഈ നെഞ്ചത്ത് കളിച്ചാണോ നീ വളർന്നത്? കളിച്ചോളാ നിങ്ങൾ കല്ലൂർ സ്റ്റേഡിയോ. നീ ഇതും പറയണോ, നിന്റെ അപ്പുറവും പറയും. നീ കുഞ്ഞായിരുന്നപ്പോ നിന്റെ കൈ വളരുന്നോ കാല് വളരുന്നോ നോക്കി അതിനെ തുണി വെക്കി നോക്കണത്. കൈയും കാലും വളരുന്നോ നോക്കിയതാണ്. കൈയും കാലും വളർന്നാ പിന്നെ പണിക്ക് വിടാലോ. എത്രയും നാച്ചാടാ നിനക്കൊക്കെ ചെലവിനിരുന്നത്? ഒരു കാര്യം അറിയാമോ? ഇല്ല, പറ. എനിക്ക് ആരുമില്ല. ഈ ഒഴുകി വരുന്ന പുഴയാണ് എന്റെ അമ്മ. ആ ഒഴുകി വരുന്ന നീർക്കോലി നിന്റെ അച്ഛനാ? ആരോട് പറയാൻ? എന്റെ വയറ് നന്നായിട്ട് വിശന്നിരിക്കുമ്പോ ഞാൻ ഈ പുഴ വക്കിൽ വന്നിരിക്കും. നിന്റെ വയറ് നന്നായിട്ട് നിറഞ്ഞിരിക്കുമ്പോഴും നീ ഒരു കപ്പ് വെള്ളമായിട്ട് ഈ പുഴ വക്കിൽ വന്നിരിക്കാറുണ്ടല്ലോ. അവിടെ കേളപ്പച്ച, കേളപ്പച്ച. പെയ്യുന്ന മഴയെ കാര്യമാക്കണം.
കാര്യമാക്കണ്ട. ഇലയുണ്ടെങ്കിൽ എവിടെയും നനയാതെ പോകാം. ശുഭദിനം. പെയ്യുന്ന മഴയെ കാര്യമാക്കണം. ഇലയുണ്ടെങ്കിൽ എവിടെയും നനഞ്ഞോട്ട് പോകാമെന്ന് പറയൂ. ശുഭദിനം. പിന്നെ ബാക്കി എന്തേ? അച്ഛ ഞാൻ കളയട്ടെ അച്ഛാ ഇത്. അയ്യോ കളയണ്ട, കീറിയലയെ കാര്യമാക്കേണ്ട. ചോറും കറിയും ഇട്ട് പുതുച്ചോറെന്ന് പറഞ്ഞ് വിൽക്കാം. ശുഭദിനം. അങ്ങനെയാണെങ്കിൽ എനിക്ക് 2 പൊതിച്ചോറ്. സ്പെഷ്യൽ വേണോ? സ്പെഷ്യൽ വേണം. കൊഞ്ചുണ്ടോ? കൊഞ്ചുന്നില്ല. കൊഞ്ചും. ഒരു തടിയല്ലേടാ വരുന്നേ. എടാ വേല ഇതാ പിടിയടാ പിടി. ഇങ്ങനെയുണ്ടോ തന്തമാര്? എന്ത്? എടാ വേല ഇതാ അടിച്ചതാ, ഗോളടിച്ചു. രക്തചന്ദന തടിയല്ലടാ ഒഴുകി വരുന്നത്. അയ്യോ അതൊന്നും ചെന്നെടുക്കല്ലേ. അത് പുഷ്പ സിനിമയിലെ പുഷ്പരാജ് ഒഴുകി വിട്ടായിരിക്കും. അതെങ്ങാനും ചെന്നെടുത്ത അവൻ നമ്മളെ വെട്ടി ഇങ്ങി എടുക്കും. എടാ വേല ഇതാ ഒരു തേക്കും തടി വരുന്നുണ്ടടാ, ചാടി എടുക്കടാ. അയ്യോ ഞാൻ ചാടൂല. കേൾവട്ടം ചാടും. വേലായുധം ചാട്. കേൾവട്ടം ചാടും. വേലു കേളു. നോക്കാം. ഓക്കെ. ആര് തോക്കുന്നു അയാൾ ചാടും. ഓക്കെ. മുള്ളൻകല്ലിയെ വിറപ്പിക്കുന്ന വേലായുധൻ നിന്ന് കുട്ടികളെ പോലെ കളിക്കുന്നു. ശുഭദിനം. ആരെങ്കിലൊക്കെ ഒന്നങ്ങോട്ട് ചാട്. എന്നാ ഞാൻ ചാടാം. എന്താ വേലായുധന്റെ അച്ഛൻ വെള്ളത്തിൽ പോയി. പേടിക്കണ്ടേ, അവിടെ എല്ലിയിലെ പോലെ ഒട്ടിയിരിക്കും. ഒന്ന് പിടിച്ച് കേട്ടടാ. അയ്യോ ഈ മുള്ളൻകൊല്ലി വേലായുധൻ ഒഴുകി വരുന്ന തടി മാത്രമേ പിടിക്കാറുള്ളൂ, അല്ലാതെ ഒഴുകി വരുന്ന ആവശ്യമില്ലാത്ത വാഴകളെ പിടിക്കാറുള്ള. മോളെ ആരാണെന്ന് നിനക്കറിയാമോ? ഒരു പഴം. എടാ വേലായുധ ഒരു പഴം കിട്ടിയടാ. വേലായുധേട്ടൻ പറഞ്ഞു വന്നൊക്കെ എനിക്ക് മനസ്സിലായി. എന്നെ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ചല്ലേ? എന്നെ വിവാഹം കഴിക്കാനുള്ള സാമ്പത്തികമൊക്കെ വേലായുധേട്ടനുണ്ടോ? തേങ്ങയുണ്ട്. എടാ ഇവിടെ തേങ്ങയും കൂടെ ഉണ്ടോ? വേലായുധ ഒന്ന് പിടിച്ച് കേട്ടടാ. മോളെ നീയേലും ഒന്ന് പിടിച്ച് കേട്ടടി. പുഴയ്ക്കെതിരെ ഒഴുകുന്നവരെയല്ല എനിക്കിഷ്ടം, പുഴയ്ക്ക് ഒപ്പം പോകുന്നവരാ. ശുഭദിന അച്ഛാ. ശുഭദിനം. എടി പേടിക്കണ്ട, അഥവാ ഒഴുകി പോയാൽ അപ്പുറത്തെ ജംഗ്ഷനിൽ പോയി നിന്നോളും. ജംഗ്ഷനിലോ? അച്ഛാ പുളുപുളു പോയോ? പിന്നെ ബാക്കിയകത്ത് വെള്ളം കയറിയ പിന്നെ ബ്ലുബ്ലാന്നല്ലേ പറയൂ. അച്ഛാ ജംഗ്ഷനിലെ തയ്യക്കടയിലെ എന്റെ ചുരിദാർ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്, വരുമ്പോ അതുകൂടി കൊണ്ടുവരണേ അച്ഛാ. ബ്ലാങ്ങാം ബ്ലാങ്ങാം. എടി വാങ്ങിക്കാന്ന്. അച്ഛാ ടാറ്റാ. ബൈ ബൈ. ബൈ ബൈ. വേലായുധ ഇത് ജംഗ്ഷനിലൊന്നും നിൽക്കുമെന്ന് തോന്നിടാ. നല്ല അടിയൊഴുക്ക്. ഒന്ന് പിടിച്ച് കേട്ടടാ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അടിയുടെ കുറവ്. അയ്യോ വേലായുധേട്ടൊന്ന് പിടിച്ച് കേറ്റി അടിയൊഴുക്കുണ്ടെന്ന്. എനിക്കാണെങ്കിൽ ടെൻഷനായിട്ട് പാടില്ല. ടെൻഷൻ അടിക്കണ്ട, ഒഴുകി പോകുന്ന അച്ഛന്മാരെ ഓർത്ത് വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. അറബിക്കടലിൽ ചെന്നെത്തിക്കോളും. ശുഭദിനം. നോബി ഇറക്കിയ ടീമല്ലേ എന്റെ ടീം. ഒരേ ഒരു സംശയം, ഈ ആര്യതത്തിൽ ലാലേട്ടനായിട്ട് അഭിനയിച്ചു, ഈ നരൻ പടത്തിൽ ലാലേട്ടൻ മാത്രം ചാടിയില്ലല്ലോ. അത് ലാലേട്ടൻ വെള്ളത്തിലായിരുന്നു. ആ. വന്നത് അതുകൊണ്ട് ഓ തിരിച്ച് ചാടിയില്ല. ശരി ശരി. അപ്പൊ ഇവർക്ക് ശുഭദിനം. എടാ എന്റെ മലയാളം മനസ്സിലാവുണ്ടോ നിനക്ക്? പൊക്കിയാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ മനസ്സിലാവണം. എന്നാ 2 പൊക്കി തിരിച്ചു പറയണം അങ്ങോട്ട്. ഇന്ന് അടിപൊളിയായിട്ടുണ്ട് കാണാൻ. അത് ഒറിജിനൽ റാ. പാല സൂപ്പർ എന്നാ മാല സൂപ്പർ എന്നാ? മക്കളെ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത പറയാം. ഇന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്ന പ്രമാണി നിങ്ങൾ എന്താഗ്രഹം ചോദിച്ചാലും സാധിച്ചു തരും. അപ്പൊ നമുക്ക് 3 ഐസ്ക്രീം. 120 പവന്റെ മാല ഇട്ടേക്കുന്ന ആളുടെ അടുത്തോണ്ട് 3 ഐസ്ക്രീം. വില കൂടി എന്തെങ്കിലും ചോദിക്കടാ. ഒരു ഫുൾ മന്തി കിട്ടും. മന്തി. ആ മന്തി കേട്ടില്ല, ആകെ ഫുള്ളെന്നേ കേട്ടുള്ളൂ. ഒരു full മന്തി. ഒരു മിനിറ്റ്, മന്തിയില്ല മണ്ടി ഉണ്ട്, അത് മതിയോ? എടാ അത് തീ കത്തിക്കളയണോ തട്ടിക്കളയണോ? ഒന്നും കണ്ട പുഴയിൽ ഒഴിക്കും. നിങ്ങളുടെ പെർഫോമൻസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു ഫുൾ കുഴിമന്തി ഞാൻ വാരി തരും. ഐസ്ക്രീം നിങ്ങൾക്ക് ഊട്ടിത്തരും. നിനക്ക് ഇതൊന്നും അല്ലാതെ കുഴിമന്തിയും പിന്നെ ഐസ്ക്രീമും ഒന്നും അല്ലാണ്ട് എന്തെങ്കിലും ഒരു ആഗ്രഹം നീ ചോദിച്ചോ, അത് നമ്മുടെ പ്രമാണിയായ ബാലചേട്ടൻ സാധിക്കും. എനിക്ക് നമുക്ക് 3 അടുത്ത സിനിമയിൽ ചാൻസ് അടുത്ത തമിഴ്നാട്ടിൽ ഇറക്കണ്ട. തമിഴ് സിനിമ നിനക്ക് തമിഴ് അറിയോ? തമിഴ് അറിയാമോ? അതൊന്ന് തമിഴ് സംസാരിച്ച ബാലചേട്ടൻ തമിഴിലൊരു ഡയലോഗ് പറ. ശരി ശരി ഞാൻ പറയുന്ന ഡയലോഗ് പറ.
അതിന് തിരിച്ചു പറയാം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് കോൺട്രാക്ട് സൈൻ ചെയ്യാം സൂപ്പർ மன்னிப்பு கேட்க வேண்டும் மனோகரம் அதுவும் அரை நொடி என் அதற்குள்ளாகவே ஆனால் யாரிடம் மன்னிப்பு கேட்க வேண்டும் தெரியுமா கோமலவல்லி கோமேதக சிலை கூவும் குயில் குதிக்குமா என்றெல்லாம் உம்மால் புகழப்பட்ட கோணல் புத்திக்காரின் கொல்லிக்கண்களை கொடிய நாக்கை என் கூர்வாளுக்கு இரையாக தந்துவிட்டு அதை எதிர்த்தால் உன்னையும் அதற்கு பக்கத்துணை வந்தால் அந்த பட்டாளத்தையும் இரையாக்கிவிட்டு என் அன்னையிடம் ஓடி மன்னிப்பு கேட்க வேண்டும் സെയിം പിച്ച് சரி நான் പറയാൻ വരുമ്പോ നീ പറഞ്ഞോ മன்னிப்பு கேட்க வேண்டும் மனோகரன் മണ്ണിപ്പ് കേൾക്ക വേണ്ടും മനോഹർ அரை நொடியில் അത് മറനൊടി அரை நொடி என்ன அதற்குள்ளாகவே ஆனால் யாரிடம் மன்னிப்பு கேட்க வேண்டும் പിച്ചിട്ടടാ സൂപ്പർ ഈ ഡയലോഗ് ഫുൾ എത്തിയിരുന്നില്ല അവ പറഞ്ഞു ഇവിടെ വന്ന് ബാലചേട്ടൻ അടിച്ചേനെ. ഇല്ല തമിഴ് നല്ല കറക്റ്റ് സ്ലാങ്ങില് പറയുന്നുണ്ട് അപ്പൊ ഇവന് ചാൻസ് ഉറപ്പായി. ബാലചേട്ടാ നാനും തമിഴ് നല്ലവേ പേസുവേ. சரி நான் சொல்ற தமிழ் டயலாக പറയണം. അടുത്തത് பாலச்சேட்டா உங்களை பார்க்கும்போது ரொம்ப கிளாமரா இருக்கு. ബാലചേട്ടാ ഉങ്ങളെ പാക്കുമ്പോത് ரொம்ப ഗ്ലാമറായി ஓகே சான்ஸ் ஓகே ரெடி. അല്ലല്ല ചാൻസ് ഓക്കെ. അമൃത ടി വി തമിഴ്നാട്ടിൽ തുടങ്ങുന്നുണ്ട്. നീയാണ് അവിടെ കൃഷി ടീം അവതരിപ്പിക്കുന്നത്. അഖിൽ നീയും കൂടെ നൈസായിരുന്നു ചാൻസ് നോക്കി കിട്ടുമെന്നറിയാം. അണ്ണൻ എന്ത് പറഞ്ഞാലും ഞാൻ പറയും. ആണല്ലേ? ഉറപ്പായിട്ട് പറയും. മറ്റേത് പറയട്ടെ ആദ്യം പറഞ്ഞു. മറ്റേത് പറയാൻ പറഞ്ഞ അങ്ങനെ വല്ലതും വിളിച്ചു പറയും. ഇല്ല ഇപ്പൊ നിന്റെ ടീം കണ്ടിട്ട് വേണം നിന്റെ അടുത്ത് സംസാരിക്കാൻ. എന്നാ ഓക്കെ ശരി. വടക്കേക്കാരക്കാർ അഭിമാനപുരം അവതരിപ്പിക്കുന്നു നിങ്ങളുടെ മുന്നിൽ എന്ത് ഓണത്തിന് നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഏത് ആഘോഷത്തിനും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് വള്ളംകളി. വള്ളംകളി അല്ല വെള്ളംകളി. അല്ല അല്ലേ? നമ്മളൊന്നുമില്ല അങ്ങനെയല്ല നോബിച്ചേട്ടാ. കഴിഞ്ഞ 4 ഓണം നമ്മൾ ഒന്നിച്ചാണ് ആഘോഷിച്ചത്. ഇന്നലെ തിരുവോണ സദ്യയിൽ കിടന്നുറങ്ങിയ നോബിയണ്ണനാണ് പറയുന്നത്. കിടന്നുറങ്ങിയ നോബിയണ്ണൻ. എന്നിട്ട് രാത്രി ഹാപ്പി വിഷു എന്നും പറഞ്ഞു. നീ ഓണത്തിന് മദ്യപിച്ചാ? ഇല്ല എന്റെ അച്ഛൻ ഇല്ല എന്റെ അച്ഛനൊന്നും ഒരിക്കലും മദ്യം നമ്മൾ ഞാനോ നോബിയോ ഒഴിവാക്കിയിട്ടില്ല. മദ്യം ഞങ്ങൾ ഒഴിവാക്കി പോയി. ആ ഒരു അവസ്ഥയിലാണ് അല്ല ഇത് വേറെ ഒന്നുമില്ല. നമ്മൾ മദ്യപിച്ചിട്ട് കട്ടായി ഓർമ്മ നശിക്കും. ചിലപ്പോ സ്വന്തം വീട്ടിൽ വരെ അപ്പുറത്തെ വീട്ടിൽ കയറിപ്പോയ കഥയൊക്കെ ഉണ്ട്. അത് നിന്റെ കഥ. പ്രിയ സുഹൃത്തുക്കളെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. ഇതൊക്കെ നമ്മൾ തമാശ രൂപേണ പറയുന്നതാണെങ്കിലും മദ്യം നമ്മൾ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അഖിൽ പല രീതിയിൽ പറഞ്ഞാലും അഖിൽ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. ഒന്നുമില്ല, മദ്യപിച്ചിട്ട് നമ്മൾ ഓർമ്മ തെറ്റി പലതും ചെയ്യും. അങ്ങനെ മദ്യപിച്ച് ഓർമ്മ തെറ്റി ചെറുതായിട്ടൊന്ന് റൂം മാറിപ്പോയി ഒരു കഥ. അവന്റെ കഥ അതെ നമ്മൾ വിഷ്വലായിട്ട് കാണുന്നു. എന്താണ് അബദ്ധം പറ്റിയത് സ്കിറ്റിൽ കാണാം. നോക്കാം. कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम् कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते ഈ കൊച്ചമ്മയുടെ ഒരു കാര്യം, ഓണത്തിന് പഴുക്കാൻ വെച്ച വാഴക്കൊല എന്റെ കട്ടിലാണോ കൊണ്ടുവയ്ക്കുന്നത്? കൊലയല്ലല്ലോ, തലയല്ലേ ഇത്? അതെ കൊച്ചമ്മ ഓടിവായോ, നമ്മുടെ വീട്ടിൽ കള്ളം കയറി. അയ്യോ അന്നൊക്കെ മാറിയിട്ട് പറ. നമ്മുടെ വീട്ടിൽ കള്ളം കയറി. അയ്യോ എന്റെ 35 പവനും 10,000 രൂപയും കള്ളം കൊണ്ടുപോയേ. അല്ല കൊച്ചമ്മേ, ഞാൻ പറഞ്ഞപ്പോ അല്ലേ കള്ളം കയറിയ. അപ്പൊ എങ്ങനെ കാണാതെ പോയത് അറിഞ്ഞത്? കള്ളൻ ഊണ് കഴിക്കാൻ വരില്ലല്ലോ, കക്കാനല്ലേ വരുള്ളൂ. എടി വിമല ഓടിവാടി, എന്റെ വീട്ടിൽ കള്ളം കയറിയടി. അലമാരിയിലിരുന്ന 100 പവനും 10 ലക്ഷം രൂപയും കൊണ്ടുപോയടി. ഒന്ന് പോലീസിൽ വിളിച്ച് പറയടി. ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഗീതയല്ല വരുന്നത്, ഡിൻഡൻ ടാക്സിങ് വരും. എടി പൈസ ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞാൽ ഡിൻഡൻ ടാക്സിങ് വരും. ഡിൻഡൻ ടാക്സ് വരും, ഇവിടെ വരും. നിങ്ങൾ ആദ്യം പറഞ്ഞു വെക്കാണ്ട് പോലീസിനെ വിളിക്കുന്നത്. എന്റെ പൊന്നു കൊച്ചമ്മ, എന്റെ റൂമിൽ ഒരു കള്ളം കയറിയെന്ന് നാട്ടുകാരുണ്ടെങ്കിൽ എന്റെ മാനം പോയി. എനിക്ക് വയ്യ. എന്തൊരഭിനയമാടാ ഇത്, എന്തൊരഭിനയം. സംസ്ഥാനമാണ് ഇവിടെ വന്ന് ആരെയോ വിളിച്ചു കയറ്റി ടൈമിങ് തെറ്റിയപ്പോ ഉടനെ കള്ളനാണ്. അമ്മാന്നൊക്കെ അടിച്ച് ചെവിക്കല് ഞാൻ പഠിക്കും. ഞാൻ നീ ആരോടാ ഈ സംസാരിക്കണേ? എങ്ങോട്ടാ നീ കയറി കയറി പോണേ? നീ ഇവിടുത്തെ വെറും വേലക്കാരിയാ. ചന്ദ്രേട്ടൻ അവിടെ. മുതലാളി ചന്ദ്രേട്ടാ, നിന്റെ ഭർത്താവ് ചന്ദ്രേട്ടൻ അവൻ ഇവിടെ കറങ്ങി വരുമ്പോ ചന്ദ്രോത്സവം കഴിയും. കള്ളന്റെ പാട്ടിന് പോകും. എന്തോ ചെയ്താരാ നോക്കുമോമോ? ഞാൻ ഈ സീറ്റ് മാറ്റുന്നു, ആ സമയം നീ ഇവന്റെ തല അടിച്ച് പൊട്ടിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ തല അടിച്ച് പൊട്ടുന്ന സമയത്ത് തലച്ചോറ് ചിന്നിച്ചിതറും. ഓക്കെ, ഈ സമയം തലച്ചോറ് കണ്ട് ഞാൻ പൊട്ടിച്ചിരിക്കും.
എനിക്കില്ലാത്ത എന്ത് കണ്ടാലും ഞാൻ ചിരിക്കും ഒന്നും തോന്നരുത്. ഓക്കെ അപ്പൊ നീ ഇത് പിടിച്ചോ. കൊച്ചം മടിച്ചോ എനിക്കിനി ഒഴിക്കണ്ട, ഞാൻ നല്ല പൂസ. ഇനി എനിക്ക് അവള് വഴക്ക് പറയും. ഇത് ചേട്ടനല്ലേ? ഹായ് മുതലാളി. സത്യം പറയോ, ഞാൻ എന്റെ ഭർത്താവ് ചന്ദ്രേട്ടൻ എങ്ങനെയാടി നിന്റെ കട്ടിലിൽ വന്നത്? അതാ ഞാനിതൊക്കെ എങ്ങനെ വന്ന? അയ്യോ എങ്ങനെ വന്നത്? എന്തൊരഭിനയം. എനിക്ക് അറിഞ്ഞൂടാ, എനിക്കറിയില്ല. എങ്ങനെ ഇതിനകത്ത് വന്നേ അവൻ? മാമ ചോദിക്കും, വിളിക്കും മാമ, വിളിക്കും മാമ. എടാ എടാ എന്തിനു പറഞ്ഞ നിനക്ക് കള്ളു ഒഴിച്ചാലല്ല. ഇങ്ങോട്ട് എണ്ണീര്, ഇങ്ങോട്ട് എണ്ണീര്. ആ പ്ലാച്ചിമ്മയുടെ മാമനോ? മാമൻ എന്താ ഇവിടെ? ഞാനെന്താ ഇവിടെ നിന്നോ? നീ എന്താണ് ഇവിടെ വന്ന് കിടക്കുന്നതെന്ന് ഞാൻ എന്താ ഇവിടെ? ഞാൻ എന്റെ റൂമിലല്ലേ കിടക്കേണ്ടത്? നീ കേൾക്കുന്നുണ്ടോ ഇതൊക്കെ? നീ എന്തിനാണ് എന്റെ റൂമിൽ വന്നിരിക്കുന്നത്? മുതലാളി ഇപ്പൊ എന്റെ റൂമിലാ മുതലാളി. എന്താ സംഭവം എന്താന്ന് പറ. ചന്ദ്രേട്ടാ സത്യം പറ. അയ്യേ, ഞാൻ ജൂലിയുടെ റൂമിലാണോ? ആ നീ ജൂലിയുടെ റൂമിൽ എങ്ങനെ വന്നു? സുശീലെ, സുശീല ഇവിടെ വാ. നീ എന്തിനാണ് ഇത് ചെയ്തത്? എന്ത് ചെയ്തത്? അപ്പൊ അത്രയ്ക്ക് ഭാരമായോ ഞാൻ നിനക്ക്? നീ എന്തിനാണ് എന്നെ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടിട്ട്? എന്തിനാണ്? സത്യം പറ. എടി, ഞാൻ വല്ലപ്പോഴും ഇച്ചിരി മദ്യപിക്കുന്നല്ലോ, അല്ലാതെ ഞാൻ എന്ത് ചെയ്തു? നീ എന്തിനാണ് ഇവിടെ കൊണ്ടിട്ട്? പിഴച്ചു മാമ. ഭർത്താവ് പേഴ്ചേനെ എന്നെ മണ്ടക്കൊട്ടതിനാ ഞാൻ പണ്ടങ്ങാണ്ട് എതിരെ കൂടെ കണ്ടു പോയെന്ന്. വീണു. നീ ഇങ്ങനെ ബഹളം വെക്കുന്ന പോലെ ഒന്നുമില്ല. ഞാനിപ്പോഴും കനകനാണ്. ഞാനിപ്പോഴും കന്യകനാണെന്ന്. അയ്യാണോ കൊച്ചമ്മ? നിങ്ങൾ എഴുന്നേറ്റ് വാടോ ഇങ്ങോട്ട്. നീ എന്തിനാണ് ഈ കിടന്ന് ബഹളം വെക്കുന്നത്? നീ എന്തിനാണ് ഇങ്ങനെ ബഹളം വെക്കുന്നത്? നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്റെ തലയിൽ തൊട്ട് ഞാൻ നിന്നാണ് സത്യം, നിന്നാണ് സത്യം. നിന്റെ ചേട്ടന് ഇതുവരെ ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. പോറലേക്കാതിരിക്കാൻ നിന്റെ ദേഹത്ത് സ്ക്രീൻ കാർഡ് ഒട്ടിച്ചിട്ടുണ്ട്. ഓ, ഈ പ്ലാച്ചിമട മാമൻ എന്തിനാണ് ഈ ഉമ്മ ഇങ്ങനെ അനാവശ്യമായിട്ട് സംസാരിക്കുന്നത്? പോറലില്ലാതെയാണോ പാവാടയിൽ ഒരു കീറൽ? പാവാടയോ? ഇത് നിന്റെ പാവാടയല്ലേ? സത്യമായിട്ട് ഇത് കൊച്ചമ്മയുടെ പാവാടയാ. ഞാൻ നിനക്ക് തന്നല്ലോ, അപ്പൊ നിന്റെ പാവാട ആയല്ലോ. അതെങ്ങനെ ശരിയാവും? നീ അല്ലേ അവക്ക് പാവാട കൊടുത്തത്? അപ്പൊ അത് നിന്റെ പാവാടയല്ലേ? അപ്പൊ അതിന്റെ ഉടമസ്ഥ നീയല്ലേ? അപ്പൊ നിന്റെ പാവാട. ഇനി ഇതുപോലൊരു ഭർത്താവ് എന്റെ ജീവിതത്തിൽ വേണ്ട. നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് വേണ്ട. പാടിച്ചോട്ട്. സോറി, കൈമാറിപ്പോയതാ. അയ്യോ, അബദ്ധത്തിൽ പറ്റിപ്പോയതാണ്. നീ ക്ഷമിക്ക. നീ പറയുന്ന പോലൊന്നും അല്ല. നീ വിശ്വസിക്കുന്ന ഒന്നും കറക്റ്റ് അല്ല. അല്ല, നടന്ന സംഭവം ഞാൻ പറയാം. ആദ്യം കിടന്ന സംഭവം പറ. വയസ്സായി കിടന്ന സംഭവം ഒന്നും അറിയാത്ത പോലെ ഇവിടെ നടന്ന കാര്യങ്ങള് എണ്ണി നീ പറയണം. ഞാൻ പറയാം. ഇന്നലെ ഊണ് കഴിച്ചു കഴിഞ്ഞപ്പോൾ നീ തിരുവോണമായതുകൊണ്ട് ഇവള് തിരുവാതിര കളിക്കാൻ പോയി. തിരുവാതിരക്ക് പോയി. ഇവള് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സുഭാഷിന്റെ വീട്ടിൽ പോയി. സുഭാഷിന്റെ നിന്റെ കൂട്ടുകാരന്റെ സുഭാഷിന്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഒരു 5-6 ഫുള്ള് അവിടെ എടുത്ത് വെച്ചേക്കാണ്. പിന്നെ ഫുള്ള് കണ്ടാ ഞാൻ വിടുവോ? വെച്ച് കയറ്റി കൊടുത്തു. ബോധം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീട്ടിലേക്ക് വന്നു. റൂം മാറിപ്പോയി. ഇതാണ് സംഭവം, സത്യം. അയ്യോ മാമ, റൂം മാറിപ്പോയതാ. റൂം മാറാങ്കിൽ ആള് മാറുന്നതിനും വലിയ താമസമൊന്നുമില്ല. അയ്യോ എടി, നീ സത്യം പറ. ഞാൻ തിരുവാതിര കളിക്കാൻ പോയി. അത് കഴിഞ്ഞിട്ടാണല്ലോ ചേട്ടൻ പുറത്തു പോയത്. ചേട്ടൻ നിന്നോട് എന്ത് പറഞ്ഞിട്ടാ പോയി? മുതലാളി പറഞ്ഞു എത്ര വൈകിയാലും ഞാൻ വരും, വാതില് കുറ്റിയിടണ്ടെന്ന് പറഞ്ഞു. അല്ല, ഇവിടെ വാതിലിന് കുറ്റിയിടണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. മെയിൻ വാതിലിന് കുറ്റിയിടണ്ട, ഞാൻ അടിച്ച് പീസായിട്ടായിരിക്കും വരുന്നത്. അങ്ങനെയാണ് പറഞ്ഞത്. അത് ശരി, ചേട്ടൻ പറഞ്ഞതേ മെയിൻ വാതിൽ കുറ്റിയിടണ്ടെന്നാ, അല്ലാതെ നിന്റെ വാതിൽ കുറ്റിയിടണ്ടെന്നല്ല. മുതലാളി അങ്ങനെ എടുത്തു പറഞ്ഞപ്പോ എന്റെ പൊട്ട മനസ്സിൽ എങ്ങനെയാ തോന്നിയത്? ഇത് ജൂറി കണ്ടാൽ നവ്യാനേറെ ഇരിക്കുന്ന സംസ്ഥാന അവാർഡ് തരും. നിങ്ങൾ അവാർഡ് കൊടുക്കാതിരിക്കെ എന്തെങ്കിലും ചെയ്യും. ഈ പാവാടയ്ക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാതെ ഈ ബന്ധം മുന്നോട്ട് പോവില്ല. സുശീല, നീ ഇങ്ങോട്ട് ബഹളം ഉണ്ടാക്കുന്ന പോലെ ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇന്നലെ പറഞ്ഞതൊക്കെയാണ് സത്യം. അഭിനയത്തിന്റെ അങ്ങേയറ്റം മുന്നേ നീ അഭിനയത്തിന്റെ അങ്ങേയറ്റം. സംസ്ഥാന നടിക്കുള്ള അവാർഡ് ഇവൾ നോക്കുമ്പോൾ സംസ്ഥാന നടനുള്ള അവാർഡിന് വേണ്ടി രണ്ടുപേരുടെ മത്സരങ്ങൾ നടക്കും. അതൊക്കെ ജൂറി അല്ലേ തീരുമാനിക്കേണ്ടത്? അതൊക്കെ ജൂറി അല്ലേ തീരുമാനിക്കുന്നത്? ഇറങ്ങിക്കോണം ഈ ജൂറിനും ഈ ജൂറിയും. യാദർച്ഛികമായിട്ട് സംഭവം. സുഭാഷ് നീയല്ലേടാ? അത് ശരി, അതാ ഞാൻ വിളിച്ചിട്ട് ആരും വിളിയാക്കട്ടെ. ഞാൻ അടിച്ചതിന്റെ പെരുപ്പേ കേട്ടോ. ചന്ദ്ര, തോന്നിയാസം കാണിക്കരുത്. എന്താ നമ്മൾ ഒരുമിച്ചിരുന്നാണ് വെള്ളം അടിച്ചത്. എന്നിട്ട് ഒരു വാക്കോലും പറയാൻ നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഓ, എന്റെ പൊന്നളിയാ, സോറി, എന്നോട് ക്ഷമിക്കും. ഞാൻ ഇന്നലെ ഭയങ്കര ഓവർ ആയിരുന്നില്ലേ?
വെറും ഓവറല്ല, മെയ്ഡൻ ഓവർ. ആരെ കൊണ്ട് ഒന്നും ജയിച്ചിട്ടില്ല, ഒരു റൺ പോലും വിട്ടു കൊടുത്തിട്ടില്ല. അറിയാമെന്നല്ല കാണിച്ച കോപ്രായങ്ങൾ. നല്ലൊരു തിരുവോണം കുളമാക്കി. ഞാൻ പറയും എന്റെ വീട്ടിൽ ഒന്ന് വെള്ളം അടിച്ചിട്ടേ സുഖമില്ലാതെ എന്റെ അമ്മമ്മ അലമാരിക്കകത്ത് വെച്ച് അടച്ച്. പഴയ സാധനങ്ങളൊക്കെ അലമാരിക്കകത്താ ഇരിക്കേണ്ടത്. പട്ടിക്കൂട്ടി കിടന്ന പട്ടിയെ പശുക്കുട്ടി എന്ന് പറഞ്ഞ് പശുവിന്റെ അടുത്തുകൊണ്ടേ പാല് കുടിപ്പിച്ച്. അതും ചെയ്യാൻ അപ്പുറം ചെയ്യും. ഇനി മേലാ നീ എന്റെ വീട്ടിൽ കയറിയ എന്നെ വെട്ടുമെന്നാ എന്റെ പെണ്ണുമ്പോൾ എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. നല്ലൊരു തിരുവോണം കുളമാക്കി തന്നല്ലോടാ. എന്താ പിടി, ഇതെന്തോ അവന്റെ മുണ്ട്. അപ്പൊ ധാരുടെ പാവാടാ എന്റെ പെണ്ണുമ്പിള്ളേരെ പാവാട അടിച്ച് പീസായിട്ട് എന്റെ പെണ്ണുമ്പിള്ളേരെ പാവാട എടുത്തോണ്ടാവും വന്നത്. അയ്യോ, മര്യാദക്ക് പാവാട അവരുടെ അവക്ക് വൈകുന്നേരം കല്യാണത്തിന് പോകാനുള്ളതാ. ചൂരണ്ട തേച്ച് കഴുകി വീട്ടിൽ കൊണ്ട് തന്നോണം, ഇല്ലെങ്കിൽ അത് ഞാൻ ചെയ്യേണ്ടി വരും. അയ്യോ, അത് പറഞ്ഞ ചെന്നിട്ടാണ് അവളെ ലെഗിൻസ് കഴുകിയിടാൻ. ലെഗിൻസ് നമ്മൾ മറ്റേ തുണി ഇട്ട് അടിക്കുന്ന പോലെ അടിക്കരുത്. ചുമ്മാ ഒരു ഒല കളിച്ചിട്ട് അയാലോട്ട് ഇട്ട ഉച്ചയാകുമ്പോ. താങ്ക് യു ഫോർ ദ ടിപ്പ് പ്ലാച്ചിമട മാമ. എന്റെ വീട്ടിൽ കയറിയാ നിന്നെ നോക്കും. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്ന എല്ലാരും കൂടെ എന്തോ ഒരു ബഹളമായിരുന്നു. എനിക്ക് സമാധാനം തന്നു. എന്നെ എന്തൊക്കെ രീതിയിലാണ് ഇവളെന്നെ സംശയിച്ചത്? എന്നെ ഇവളെയും ചേർത്ത് എന്തൊക്കെ കഥകളായിരുന്നു. ആ കഥകൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു 7 സീരിയൽ 7 ചാനലിൽ ഞാൻ കൊണ്ടു കൊടുത്തു. സോറി ചന്ദ്രേട്ടാ, എന്നോട് ക്ഷമിക്കേ, ഞാൻ ഭാര്യയല്ലേ. സോറി. എന്താ ഭാര്യ? എന്റെ പൊന്നു അച്ഛമ്മ കുറച്ചേരം കൊണ്ട് ഉയരങ്ങോട്ട് മുകളിലോട്ട് പോയി. ക്ഷമിക്കടി ജൂലി. മാമ, എനിക്ക് ഇപ്പഴാ സമാധാനായത്. ഇപ്പൊ നിന്റെ സമാധാനം പോകാൻ തുടങ്ങുന്നുള്ളൂ മോളെ. അതെന്താ? ഇതാരാ പാവാടയാ? സുഭാഷിന്റെ ഭാര്യയുടെ. സുഭാഷിന്റെ ഭാര്യയുടെ പാവാടയാന്നോ? അന്ന് മുതൽ ഞാൻ പറയുന്നുണ്ട്, ഈ സുഭാഷിന്റെ 2 പിള്ളേർക്ക് എവന്റെ ഷേപ്പാന്ന് പറയുമ്പോ നീ വിശ്വസിച്ചോ? അന്ന് ഇല്ല. എങ്ങനെ ഇരിക്കണ്ട പ്ലാച്ചിമട മാമൻ. ഒരു മനുഷ്യൻ ഇവിടെ കിടന്ന് ഉയരെരിഞ്ഞ് നിൽക്കുമ്പോ അവിടെ വന്ന് ഈ ചെറ്റവർത്താനം പറയുന്നത് ശരിയാണോ? തീയില്ലാതെ പുക ഉണ്ടാവത്തില്ലല്ലോ. അരണി കടന്നുണ്ടാക്കണം. ഇപ്പൊ പുകയുന്നുണ്ടോ? ഇപ്പൊ നിന്ന് ഞാൻ കത്തിയനും പിന്നെ ആ പുക. ഈ മനയൊക്കെ വൃത്തിയാക്കാൻ ഉണ്ണിത്താൻ വരാന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോ തന്നെത്താൻ വൃത്തിയാക്കേണ്ട അവസ്ഥയാ വന്നിരിക്കുന്നത്. കുട്ടികൾ ഇന്ന് കൽക്കട്ടയിൽ നിന്ന് വരാന്ന് പറഞ്ഞ ദിവസമാ. പറഞ്ഞു തീർന്നില്ല, കുട്ടികൾ ഇങ്ങെത്തിയല്ലോ. യാത്രയൊക്കെ സുഖമായിരുന്നോ? കൽക്കട്ടന്ന് ഇതുവരെ മാരുതി ആൾട്ടോയിൽ വന്നോണ്ട് സുഖമായിരുന്നു അമ്മാവാ. നിനക്ക് വല്ല ഫ്ലൈറ്റിനും വന്നുകൂടായിരുന്നോ? അമ്മാവാ, ഈ ഗംഗയും കൊണ്ട് ഞാൻ ആകാശത്തൂടെ ഫ്ലൈറ്റിൽ വന്നു കഴിഞ്ഞാൽ അത് ആകാശ ഗംഗയായി പോകില്ലേ? ഗംഗേ, കൽക്കട്ടയില് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഇവിടത്തെ പോലെ തന്നെ അമ്മാവാ. അവിടെയും ബംഗാളികളാണോ? പിന്നെ നിങ്ങൾ പുതിയ കുട്ടികളായോണ്ട് ഒരു കാര്യം പറയാ. എന്താ അമ്മാവാ? നിങ്ങൾ ഇവിടെ ഏത് മുറി പോയാലും ആ മുറി മാത്രം പോകരുത്. ആ മുറിയിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടെന്ന് തോന്നാൻ അമ്മാവ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ? അതല്ല, ആ മുറിയുടെ വാതില് തുറക്കാൻ കഴിയില്ല. അതെന്താ വിജാഗിരി കംപ്ലൈന്റാ? വിജാഗിരി കംപ്ലൈന്റ് അല്ല, പിന്നെ ഞാൻ പറഞ്ഞുതരാം. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ആത്മാക്കൾ ഒത്തുചേരുന്ന ഒരു സ്ഥലമാണ് ആ തെക്കിനി. നിങ്ങൾ കുട്ടികളായോണ്ട് പറയാണ്, ദൈവത്തെ ഓർത്ത് അങ്ങോട്ട് മാത്രം പോയേക്കരുത് കേട്ടോ. നകുലേട്ടാ, അമ്മാവന്റെ വർത്താനം കേട്ടിട്ടേ ആ തെക്കിനിയിൽ അമ്മാവൻ എന്തോ ആന്റിക് പീസ് ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരിക്കലും അമ്മാവൻ അത്രക്കാരനല്ല, പ്രത്യേകിച്ച് ആന്റിമാരോട്. എന്റെ നകുലേട്ട, അതല്ല, ആ തെക്കിനിയിലെ പുരാവസ്തുക്കളായിട്ടുള്ള എന്തോ ഒളിപ്പിച്ചിട്ടുണ്ട്. ഞാനും കുറെ കാലം പുരാവസ്തു ഗവേഷണം ഒന്നും പറഞ്ഞ് ഉറക്കൊളച്ചതല്ലേ. എന്തായാലും ഞാനത് കണ്ടുപിടിക്കും. എല്ലാം ഗംഗയുടെ ഇഷ്ടം പോലെ. ഈശ്വരാ, എന്തൊക്കെ അനർത്ഥങ്ങളായി ഇവിടെ നടക്കുന്നത്. കറണ്ട് ചാർജ് അടയ്ക്കാത്തതുകൊണ്ട് പീസ് ഊരിക്കൊണ്ട് പോകുക, ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് കഞ്ഞി വെക്കാൻ കഴിയുന്നില്ല, വാട്ടർ ബില്ല് അടയ്ക്കാത്തതുകൊണ്ട് പൈപ്പിൽ വെള്ളവുമില്ല. നകുല, എന്താ അമ്മാവാ? ഞാൻ പറഞ്ഞില്ലേ ആ തെക്കിനി തുറക്കരുതെന്ന്. ആ തെക്കിനി ആരോ തുറന്നിരിക്കുന്നു. എന്റെ ബലമായ സംശയം നിന്റെ ഭാര്യ ഗംഗയാണത് തുറന്നിരിക്കുന്നത്. അല്ല, അമ്മാവന്റെ മകൾ ശ്രീദേവിയാണ്. നിന്റെ ഭാര്യ ഗംഗ തന്നെയാണത് തുറന്നിരിക്കുന്നത്. ശരി, അത് അറിയാൻ സണ്ണി ഇങ്ങോട്ട് വരുന്നുണ്ട്. ആണോ? അതിനെന്തിനാ അമ്മാവൻ ഈ ഷർട്ട് അടിക്കണേ? സണ്ണി ലിയോൺ വരുന്നുണ്ടെന്ന് പറഞ്ഞു. സണ്ണി ലിയോൺ അല്ല, ഡോക്ടർ സണ്ണി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഡോക്ടർ സണ്ണി വരേണ്ട കാര്യമില്ല. ഞാൻ അതിനേക്കാളും കൊടി കെട്ടിയ ഒരാളെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. അദ്ദേഹം വരും, ഇതിന് പരിഹാരം കാണും.
ഡോക്ടർ ഇവര് വന്ന് പറഞ്ഞിട്ട് സ്കൂട്ടറാണല്ലോ വന്നിരിക്കുന്നത്. എന്താ സണ്ണി നീ ഈ ഓട്ടോറിക്ഷയുടെ ശബ്ദത്തിലൊക്കെ? അല്ല എന്താ ഞാൻ ഈ മാടമ്പള്ളി തറവാട്ടിലേക്ക് വരാനായി ഒരു ഓട്ടോറിക്ഷ പിടിക്കാൻ ഓട്ടോ സ്റ്റാൻഡിൽ ചെന്നപ്പോ ഓട്ടോ ഡ്രൈവർ എന്റെ അടുത്ത് പറയുന്നു 300 രൂപയെന്ന്. ഞാൻ വിടൂ, ഞാൻ എന്റെ സൗണ്ട് ഓട്ടോറിക്ഷയാക്കി ഞാൻ ഇങ്ങനെ വന്ന് അമ്മാവ ഞാൻ 300 രൂപ ലാഭിച്ചു. മടയൻ, നിനക്ക് കാറിന്റെ ശബ്ദം ഇടാൻ അറിയായിരുന്നോ? അറിയാം. അങ്ങനെയാണെങ്കിൽ ഒരു കാർ ഇവിടം വരെ വരുന്നതിന് 1000 രൂപയായിരുന്നു. 1000 രൂപ നിനക്ക് ലാഭിക്കായിരുന്നല്ലോ. ഇതാരാ ഇത്? ഇതാ സണ്ണി. പണ്ട് KPSC-യിലൊക്കെ ഉണ്ടായിരുന്ന ആ സണ്ണിയാണോ? അല്ല, ഞാൻ സൈക്യാട്രിസ്റ്റ് സണ്ണി. തൈക്കാട്ടുശ്ശേരി ഫെറിയുടെ അടുത്ത് താമസിക്കുന്ന ഇതാണോ പേഷ്യന്റ്? അല്ല, ഇത് മൂത്ത അമ്മാവൻ. എത്ര മൂത്തയിലും മരുന്ന് കൊടുത്താൽ നമുക്ക് മൂപ്പ് കുറയ്ക്കാം. അതല്ല, ഇത് എന്റെ അമ്മാവൻ. എനിക്ക് ഉറപ്പാ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് വരും, ഇതിന് പരിഹാരവും കാണും. തന്നെ കൊണ്ട് കഴിയില്ല ഇതിന് പരിഹാരം. സണ്ണി, നിനക്ക് മുറി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എടാ, ഞാൻ എവിടെ കിടക്കുന്നു, ഞാൻ എവിടെ പോകുന്നു, ഞാൻ എവിടുന്ന് കഴിക്കുന്നു, അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ ഭംഗിയായി ചെയ്തോളാം. ഓക്കെ, ശരി. എന്നാ ഞാനൊന്ന് ഓഫീസിൽ വരെ പോയിട്ടു. അങ്ങനെ വല്ല നല്ല കാര്യങ്ങളൊക്കെ ചെല്ല് ചെറുടാ. സണ്ണി സണ്ണി വന്നു കണ്ടില്ല. എന്താ ഗംഗ കയ്യില്? ഇത് ആമാടെ പെട്ടി. ആരുടെ അമ്മയുടെ പെട്ടി? ആരുടെ അമ്മയുടെ പെട്ടിയല്ല, ഇത് ഇവിടെ പണ്ടുണ്ടായിരുന്ന നാഗവല്ലിയുടെ ആമാടെ പെട്ടിയാ. ഇതൊന്ന് പിടിച്ചേ, ഞാൻ കാണിച്ചു തരാം. ദേ, നാഗവല്ലിയുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വെറ്റില, ദേ ചുണ്ണാമ്പ് തോണ്ടിയ പാടുവരെ ഉണ്ട്. ദേ, ഇത് അടക്ക എത്ര വർഷം പഴക്കമുണ്ടെന്നറിയോ? ഗംഗ ആരോ പറഞ്ഞു പറ്റിച്ചിരിക്കുകയാണ്. ഇത് ഗംഗ ഉദ്ദേശിക്കുന്ന പോലെ നാഗവല്ലിയുടെ ആമാടെ പെട്ടിയല്ല. തന്നെ എന്തൊക്കെയാ പറയുന്നേ? എനിക്കും അറിയാം, ഞാനും കുറെ കാലം പുരാവസ്തു ഗവേഷണം എന്ന് പറഞ്ഞ ഉറക്കൊളച്ച. ഇത് നാഗവല്ലിയുടെ ആമാടിപ്പെട്ടി തന്നെയാ. ഇതേതോ ആക്രിപ്പെട്ടിയത് കുട്ടിയെ പറ്റിച്ചിരിക്കുകയാണ്. അല്ല അല്ല അല്ല, ഗംഗയ്ക്ക് ഒരു ചുക്കും അറിയില്ല. എനിക്കോ 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 അത് വിട്. ഗംഗ ധൈര്യമായിട്ട് ഈ പെട്ടി പിടിക്ക്. എന്നിട്ട് നല്ല മിടുക്കി കുട്ടിയായിട്ട് പോ. ഒരു മുறை വന്ന് പാരായോ യാരത്? ഞാൻ ശങ്കരൻ തമ്പി. ദ്രോഹി, കഥവ് കഥവ്. ഇല്ല, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കഥവിൽ മുട്ടാനോ തുറക്കാനോ ഒന്നും പാടില്ല. എല്ലാരും പെടും. നീ ആര്? നാനാ சண்டாளா என்னைய யாருன்னு கேக்குறே? நான் தாண்டா நாகவல்லி. നീ എതുക്ക് വന്നേ? கொல்றதுக்கு, உன்னை கொன்னு ஒரு ரத்தத்தை குடிக்கிறதுக்கு. ഉന്നാലെ എന്നെ കൊല്ല മുടിയാതെ നാഗവല്ലി, നീ ഇപ്പൊ പോ. ഞാനൊരു കാര്യം പറഞ്ഞ നിനക്ക് വിഷമമായിരുന്നു. കടം ചോദിക്കാൻ പോവാണോ? അല്ല, പിന്നെ അല്ലിയെ കൊല്ലാൻ ശ്രമിച്ച, സാരിക്ക് തീ പിടിപ്പിച്ച മാടമ്പള്ളിയിലെ മാനസിക രോഗി നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ശ്രീദേവി അല്ല. പിന്നെ ഞാനോ? നീയല്ല, നമ്മുടെ ഗംഗയാടാ. സണ്ണി, നീ ഇതെന്തൊക്കെയായി പറയുന്നേ? അതെ, നമ്മുടെ ഗംഗ ആകെ മാറിയിരിക്കുന്നു. മാടമ്പള്ളിയിലെ ആ മാനസിക രോഗി നിന്റെ ഗംഗയാടാ. സണ്ണി, നീ എനിക്ക് എന്റെ പഴയ ഗംഗയെ തിരിച്ചു തരണം. നീ വിഷമിക്കണ്ട. നിന്റെ ഓജതും തേജതുമായ ഗംഗയെ, ഓജസ്സും തേജസ്സുള്ള ഗംഗയെ നിനക്ക് ഞാൻ തിരിച്ചു തരും. എനിക്ക് നിന്നെ വിശ്വാസമാടാ സണ്ണി, വിശ്വാസമാ. കറക്റ്റ് സമയത്ത് വന്നില്ലെങ്കിൽ പപ്പ അടിക്കേണ്ടി വരും. വീട്ടിൽ നിന്നിട്ടൊരു സമാധാനം ഇല്ല. എന്നാ ബാബ ആറിലോട്ട് പോകാം. ആ ലോക്കലെങ്കിലും ഒക്കെ അടിച്ചിട്ട് അവിടെ നിക്ക. ആദ്യം പൂജ, പിന്നെ ബാറ്. അത് കറക്റ്റ്. എവിടെയോ കണ്ട പോലെ. ഞാനാ തിരുമേനി. അപ്പൊ ഞാൻ വലിക്കാൻ വന്നാണോ? തിരുമേനിയാ, ശരിക്കും തിരുമേനിയെന്ന് അങ്ങോട്ട് കിട്ടണില്ല. ഈ പരുവാണെങ്കിൽ ഇവിടുന്ന് ശരിക്കും കിട്ടും. ഇവിടുന്ന് പോകുന്നുണ്ടോ? ഇതെന്താ മനസ്സിലായില്ല? ഇത് തിരുമേനിയുടെ സംഭവം. തിരുമേനിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇടുക. അല്ല, തിരുമേനി പണ്ടത്തെ മുട്ടപ്രയോഗമൊക്കെ മറന്നു അല്ലേ? അയ്യോ, അതൊക്കെ നിർത്തി. ആ തട്ടുകട നിർത്തി. പൊട്ടി പാളിഷായി പോയില്ലേ? പോണോന്ന് ഞാൻ പറഞ്ഞു വിടണോ? അല്ല തിരുമേനി, പണ്ട് അമേരിക്കയിൽ ഒരു മദാമയ്ക്ക് ബാധ കയറിയപ്പോ കേരളത്തിൽ നിന്ന് 2 കോഴിമുട്ട കൊണ്ട് ബാധ ഒഴിപ്പിക്കാൻ തിരുമേനി വന്നു. അവിടെ വെച്ച് മദാമയുടെ ബാധ പൊളിയുകയും ചെയ്തു. അങ്ങനെ സായിപ്പന്മാരുടെ തല്ല് കിട്ടാതെ തിരുമേനിയെ
ഫിലാഡൽഫിയയിലേക്ക് കൊണ്ടുപോയി രക്ഷപ്പെടുത്തിയത് ഞാനാ, ഡോക്ടർ സണ്ണി. അമ്പട കേമ സണ്ണി കുട്ട. യോ വാക്സിൻ എടുത്ത കൈക്ക് എന്റെ തിരുമേനി ഇടിച്ചല്ലേ? രസികൻ. ആളെ മനസ്സിലായോ? തനി രാവണൻ 10 തലയാ. എന്നിട്ട് ബാക്കി 9 തല എവിടെ? എന്റെ ബാക്കി 9 തല എവിടെ? എന്താ ഇത്? ഒരു മിനിറ്റ്. അതെ, ഈ മാടമ്പള്ളിയിലെ കാര്യങ്ങളൊക്കെ വളരെ പരിതാപകരമാണ്. അല്ല, പൂജ കഴിഞ്ഞാൽ പൈസ കിട്ടത്തില്ലേ? അതല്ല തിരുമേനിക്ക് ഗംഗയെ കുറിച്ച് അറിയാവോ? അറിയാവോന്ന്? ഹിമാലയൻ സാനുക്കളിൽ നിന്ന് ഉത്ഭവിച്ച് ബംഗാൾ ഉൾക്കലിൽ വന്ന് പതിക്കുന്ന നദിയല്ലേ ഗംഗ? ഞാൻ 4ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, അറിയാം. അല്ല, തിരുമേനി ഉദ്ദേശിച്ചവരല്ല ഇവിടുത്തെ കാര്യങ്ങളല്ല. ഇവിടുത്തെ കുട്ടി ഗംഗയ്ക്ക് ബാധ കയറിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കിയില്ലെങ്കിൽ ആകെ പ്രശ്നങ്ങളാവും. അന്നീ എന്റെ അനുഭവജ്ഞാനം കൊണ്ടും നിന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയാ, ഇന്ന് 1-ാം തീയതിയാ, വിവര ചൗതിയാ. പൂജ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് 1.5 അടിക്കണം. എളുപ്പം പോവാം. എവിടെ കാട്ടർ മുമ്പ് മേടിച്ചോണ്ട് വാ. സണ്ണി എന്റെ ഗംഗ. നിന്റെ ഗംഗയ്ക്ക് കൊടുക്കാനില്ല. ആ 1 ലിറ്ററേ ഉള്ളൂ. അത് ഗംഗയ്ക്ക് കൊടുക്കാൻ. അതല്ല സണ്ണി, എന്റെ ഗംഗ എവിടെ? അതല്ല, നമ്മുടെ ഗംഗ ഒരു മാനസിക രോഗിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഗംഗയെ രക്ഷിക്കാൻ നമ്മുടെ തിരുമേനിയുടെ പൂജയും എന്റെ സൈക്കാട്രിയും ചേർന്നുള്ള ഒരു പരീക്ഷണമാണ്. നിന്റെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പൂജ വളരെ വിജയമാക്കാൻ പറ്റുള്ളൂ. എന്താ സണ്ണി ഉദ്ദേശിക്കുന്നത്? അതായത് ഗംഗയുടെ ദേഹത്ത് ദാഗവല്ലിയുടെ ആത്മാവ് കയറുമ്പോൾ ഒരു പാട്ട് നമ്മളിടും, ഒരു മുறை വന്ന് പാർത്തായ. അപ്പോൾ രാമനാഥൻ എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ നമുക്ക് വേണം. രാമനാഥൻ എത്തിയിട്ടില്ല. തിരുമേനി രാമനാഥൻ എത്തിയിട്ടില്ല. ഈ പൂജ മൊത്തം പൊളിയും. ആര് പറഞ്ഞു രാമനാഥൻ എത്തിയിട്ടില്ലെന്ന്? നേടെ നിൽക്കുന്നു. ഇതോ രാമനാഥൻ? ഞാൻ സോമനാഥൻ. അത് വീട്ടില്. ഇവിടെ രാമനാഥൻ ഡബിൾ പേയ്മെന്റ് ആണോ? രാമനാഥൻ. ഓക്കെ, ഈ സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മെഷീൻ ഞാൻ ഉന്തിക്കൊണ്ടുവരുന്നു. അപ്പൊ ഞാൻ അതിൽ കയറി കിടക്കുന്നു. എന്റെ ഭാര്യയാണ് അവിടെ കിടക്കുന്നത്. അതേ കയറി കിടക്കാൻ മാറിയിരിക്കേ. സത്യം പറയാൻ ഞാൻ വിളിച്ചിട്ട് വന്നല്ല, എന്റെ കൂടെ വലിഞ്ഞു കയറി വന്ന. ഓക്കെ, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ കൊണ്ടുവരുന്ന മെഷീനിൽ നഗലിൽ കിടക്കുന്നു. ഗംഗ വാൾ കൊണ്ട് വെട്ടുമ്പോൾ നമ്മൾ മെഷീൻ തിരിക്കുന്നു. അപ്പോൾ അടിയിൽ കിടക്കുന്ന ഡമ്മി മുകളിൽ വരുന്നു. ഗംഗ വെട്ടുന്ന വെട്ട് ആ ഡമ്മിയിൽ കൊള്ളുന്നു. ഡമ്മി മരിക്കുന്നു. അങ്ങനെ നമ്മുടെ ഗംഗയിൽ നിന്നും ആത്മാവ് വിട്ടുപോകുന്നു. ഞാൻ പറഞ്ഞില്ലേ, മിടുക്കരാ. 10 തലയാ. അതെ, ഈ പൂജ നടത്താൻ നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം എന്റെ കൂടെ. ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും. അങ്കനമാ മൗലിമണി തിങ്കളാസെ ചാരുശീലേ നാഗവല്ലി മനോന്മണി. ആരാ? சொல்ல மாட்டேன். മാട്ടപ്പേരാണ് പറയണ്ട. അയ്യോ അതല്ല, പേര് പറയില്ലെന്ന്. സത്യം പറ, ആരാ നീ? நாதா நாகவல்லி. എന്തിനു വന്നത്? கொல்றதுக்கு. ആരെ? അവനെ കൊല്ലുന്നതുക്ക്. അവനെ കൊല്ലാൻ നിന്നെ ഞാൻ സഹായിക്കാം. അവനെ കൊല്ലാ നീ ആ ശരീരം വിട്ട് പോ. എங்கே അവൻ? എங்கே? കൊണ്ടുവാ, കൊണ്ടുവാ. എங்கே അവൻ? കൊണ്ടുവായിക്ക.
ഇന്നാ വാള് കൊല്ലേ കറക്ക്. തിരിയുന്നില്ല മിഷീൻ തിരിയുന്നില്ല അവനെ കൊല്ലണോ? അതെ, സിനിമ മാത്രമേ 4K ഉള്ളൂ. ഈ മിഷൻ 36 വർഷം പഴക്കമുള്ളതാ. തിരിയത്തില്ല, ഓയിലില്ല. എടാ ജീവമാണ് അന്നീ ഇനിയിപ്പൊ നമ്മളെന്ത് ചെയ്യും? തിരുമേനി അവളുടെ വെട്ടോട്ട് ചാവുന്നതിന് മുമ്പേ നമ്മളെല്ലാവരും escape. അപ്പൊ എന്റെ മണിയും കിണിയും തിരുമേനിയുടെ മണയും കിണി പോ തിരുമേനി. കരക്കാരെ അങ്ങനെ നമ്മുടെ ഓണാഘോഷ പരിപാടിയൊക്കെ ഏകദേശം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിഞ്ഞ ഓണം കഴിഞ്ഞതുമല്ലോ. എവിടെന്ന് കാരണം നമ്മൾ അങ്ങനെ ആഘോഷിച്ചിരിക്കുകയല്ലേ. ഉറങ്ങിയതാണ്. നമ്മുടെ പ്രമാണി ഇരിക്കുന്ന ലുക്ക് നോക്കടാ. ഇത്തവണ ബാലച്ചേട്ടനല്ലേ മെഡലൊക്കെ തീരുമാനിക്കണേ? അതെ, ബെസ്റ്റ് കൗണ്ടറിൽ എന്ത് തുടങ്ങണം അല്ലേ? ബെസ്റ്റ് കൗണ്ടറിൽ അത് നല്ലതാണ്. ബെസ്റ്റ് കൗണ്ടറിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. തുടക്കത്തിൽ തന്നെ അഖിൽ ചോദിച്ചു ആ ഇതെടുത്ത് ആ ബാലച്ചേട്ടന്റെ കൂടെയോ അല്ലെങ്കിൽ കാലേട്ടന്റെ കൂടെയോ അഭിനയിച്ചിട്ടുണ്ടോ? ആ. നിങ്ങൾ എല്ലാരും വിചാരിക്കും പുള്ളിക്കാരിക്കാണ് കൗണ്ടറിന്. ആരും ശ്രദ്ധിക്കാതെ ഞാൻ ശ്രദ്ധിച്ചു. ഇടയ്ക്ക് സൈലന്റ് ആയിട്ട് ഒരു കൗണ്ടർ കൊടുത്തല്ലേ. ഇവർ രണ്ടുപേരും കൂടെ അഭിനയിച്ചിട്ടില്ല, പക്ഷെ ഇപ്പൊ അഭിനയിക്കുന്നുണ്ട് രാഹുലിന്റെ കൂടെ. കല്യാണം കഴിഞ്ഞതല്ലേ ഉദ്ദേശിച്ചത്. നീ ലാലേട്ടന്റെ കൂടെ ബാലച്ചേട്ടന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടാ? ബാലചേട്ടന്റെ കൂടെ അഭിനയിച്ചിട്ടില്ല, ലാലേട്ടന്റെ കൂടെ അഭിനയിച്ചിട്ടില്ല. നമുക്കിപ്പോ അഭിനയിക്കുന്നത് അവളുടെ ഭർത്താവ്. ഇന്നത്തെ എപ്പിസോഡിൽ ഇന്നത്തെ അവിട്ടം സ്പെഷ്യൽ കൗണ്ടർ അടിച്ചിരിക്കുന്നത് നോബി മാർക്കോ. ഓണത്തിന് നോബിയുടെ ഫുള്ള് കൗണ്ടർ ആയിരുന്നു. ബാറിലെ കൗണ്ടർ. ഇനി ഇതൊന്നും അത് ഓൾറെഡി ഉള്ള പ്രമാണിയുടെ മെഡല്. പ്രമാണി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് മികച്ച ചളി. അത് ഭയങ്കര ഈസി. നോമിനേഷൻ ഒന്നും ഇല്ല. അത് ரொம்ப ഈസി ആണല്ലേ? ബാലച്ചേട്ടാ ദിസ് ഈസ് റോങ്. കുഴിമന്തി ചോദിച്ചില്ലേ? മന്തിയല്ല മണ്ടി ഉണ്ട്. ഒരു ഫുൾ മന്തി കിട്ടും. മന്തി മന്തി കേട്ടില്ല, ആകെ ഫുള്ളെന്നേ കേട്ടുള്ളൂ. ഒരു ഫുൾ മന്തി. ഒരു മിനിറ്റ്, മന്തി ഇല്ല മണ്ടി ഉണ്ട്, അത് മതിയോ? ഇതൊക്കെ പറയുമ്പോ ഇപ്പൊ ഓഡിയൻസ് ഒക്കെ കാണുന്നുണ്ട്, ഞാൻ ഈ അവാർഡൊക്കെ കൊടുക്കുന്നുണ്ട്. ശ്രീവിദ്യയുടെ മനസ്സിൽ എന്ത് തോന്നും? അറിയില്ലല്ലോ ഇത് ചളിയാന്ന്. അപ്പൊ നിനക്ക് തന്നെ മ്യൂസിക് വരട്ടെ. അങ്ങനെ തെക്കേക്കരക്കാരുടെയും വടക്കേക്കരക്കാരുടെയും സമ്മാനങ്ങൾ നമ്മൾ നൽകിയിരിക്കുകയാണ്. ഇനി നമ്മൾ അറിയാൻ പോകുന്നത് നമുക്കേ ഇൻഡിവിജ്വൽ വേണ്ട, ഓവറോൾ പറ. ഇന്ന് ഏത് കരയാണ് ബെസ്റ്റ് പെർഫോമർ അവാർഡ് അല്ലെങ്കിൽ ആ പെട്ടി കരസ്ഥമാക്കാൻ പോകുന്നത്? പ്രമാണി, രണ്ട് ടീമും വളരെ സ്പെഷ്യൽ ആയിട്ട് പെർഫോം ചെയ്തു. അതല്ലാണ്ട് ഇത് ഒരു ഓണം സ്പെഷ്യൽ, അവിട്ടം സ്പെഷ്യൽ അല്ലേ? അതെ. അപ്പൊ എന്താ നമുക്ക് നോക്കാം, രണ്ടുപേർക്ക് കൊടുക്കാം. കുറച്ച് പ്രഷ്യസ് ആണ്. ഓക്കെ. അതെ, എങ്ങനെ ഞാൻ തീരുമാനിക്കുന്നു വെച്ചാൽ ഇത് ചിപ്സ് ആണ്, ഇത് സ്വീറ്റ് ആണ്, ചക്കര വരട്ടി. ഓണസദ്യയുടെ ചക്രവർത്തിയും ചിപ്സും. അതിന്റെ ഇടയ്ക്ക് ചക്രവർത്തി എന്നുള്ള കൗണ്ടർ കയറി അടിക്കാൻ ഈ ചിപ്സ് അർഹതപ്പെടുന്നത് നോബിയാണ്. അത് നോബിക്ക് മനസ്സിലാവും. ഓണമല്ലേ താ പിടിക്കുന്നു. ഈ ചക്കര വരട്ടി നിങ്ങളുടെ ടീമുക്കാണ്. ഇവിടെ കിടന്ന് ആങ്കർ ചെയ്ത് എനിക്കൊന്നും ഇല്ലേ? വേണ്ട, പ്ലേറ്റ് എറിയണ്ട, അവിടെ വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ വൈ സോ സീരിയസ് കോമഡി മാസ്റ്റേഴ്സിൽ ഇനി ഫുൾ ഓൺ ഫൺ. ബൈ ബൈ.